നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും 2024-25 അധ്യയന വർഷത്തിൽ, അതായത് ഈ അധ്യയന വർഷത്തിൽ BSc നേഴ്സിംഗ് പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് ധാരാളം സാധ്യതകളാണ് നീറ്റ്, എയിംസിൻ്റെ പരീക്ഷകൾ, അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങൾ നടത്തുന്ന പരീക്ഷകൾ അതിലൂടെയൊക്കെ ലഭിക്കുന്നത്. കേരളത്തിൽ നമുക്കറിയാം +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് BSc നേഴ്സിംഗ് പ്രവേശനം. കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും ഏതാണ്ട് 7000-ഓളം വരുന്ന BSc നേഴ്സിംഗ് പ്രവേശനം കേരളത്തിൽ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും അപേക്ഷ ക്ഷണിക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ lbs.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം നടത്തിയത്. അതേ രീതി തന്നെയായിരിക്കും ഈ വർഷവും കേരളത്തിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും സ്വകാര്യ ആശുപത്രികളിലെയും BSc നേഴ്സിംഗ് പ്രവേശനം. കർണാടകത്തിൽ നമുക്കറിയാം ഏപ്രിൽ 18-19 തീയതികളിലാണ് BSc നേഴ്സിങ്ങിനായിട്ട് CET 2024 നടക്കുന്നത്. KEA കർണാടക എൻട്രൻസ് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ അതിൻ്റെ അഡ്മിറ്റ് കാർഡുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാം. കർണാടകത്തിൽ വെച്ചാണ് CET 2024 BSc നേഴ്സിംഗ് പ്രവേശനം സാധ്യമാകുന്നത്. തമിഴ്നാട്ടിൽ ജൂൺ മാസത്തിൽ നടക്കുന്ന പ്രവേശന പരീക്ഷയ്ക്കായിട്ട് TN മെഡിക്കൽ സെലക്ഷൻ എന്നുള്ള വെബ്സൈറ്റിലാണ് അതിൻ്റെ അപേക്ഷ വരുന്നതേയുള്ളൂ. മഹാരാഷ്ട്ര, ആന്ധ്ര, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ നീറ്റാണ് അടിസ്ഥാന യോഗ്യതയായി അതാത് സംസ്ഥാനങ്ങളിലെ BSc നേഴ്സിംഗ് പ്രവേശനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നീറ്റ് 2024 റിസൾട്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ആ സംസ്ഥാനങ്ങളിൽ BSc നേഴ്സിംഗ് പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കാം. നീറ്റ് 2024 ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ച് BSc നേഴ്സിംഗിന് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രവേശനം ലഭിക്കുന്നതാണ് ജിപ്മറിലെ സീറ്റുകൾ. ജൂൺ 14 നീറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ജിപ്മറിൻ്റെ വെബ്സൈറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ, പ്രത്യേകം അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആഗസ്റ്റ് മാസത്തിലൊക്കെ ജിപ്മറിൻ്റെ BSc നേഴ്സിംഗിൻ്റെ 92ഓളം സീറ്റുകൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. RAK, മൗലാന, അതുപോലെ തന്നെ BHU പോലെയുള്ള സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ള ഏതാണ്ട് 5ഓളം കോളേജുകളിൽ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴി mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി ഓൾ ഇന്ത്യ MBBS, BDS പ്രവേശനം നടക്കുന്നതിനൊപ്പമാണ് മൗലാനയിലെയും RAKയിലെയും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോലുള്ള സഫർജംഗ് പോലെയുള്ള കോളേജുകളിലെ BSc നേഴ്സിംഗ് പ്രവേശനം നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ഓൾ ഇന്ത്യ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ കൊടുക്കേണ്ടത്. ജിപ്മറിൻ്റെ നമ്മൾ പറഞ്ഞത് ജിപ്മറിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് കൊടുക്കേണ്ടത്. മിലിറ്ററി നേഴ്സിംഗ് പ്രവേശനം join indianarmy.nic.in എന്ന വെബ്സൈറ്റ് വഴി ജൂൺ മാസത്തിലാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. നീറ്റാണ് അടിസ്ഥാന യോഗ്യത. നീറ്റ് 2024 മിനിമം മാർക്ക് ലഭിക്കുന്ന ജോയിൻ ഇന്ത്യൻ ആർമി വഴി BSc നേഴ്സിംഗിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളെ, നീറ്റിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഷോർട്ട് ലിസ്റ്റിൽ പേര് വരുന്ന വിദ്യാർത്ഥികളെ AFMC പൂനെയിൽ വെച്ച് നടക്കുന്ന മെഡിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ടോളർ, അതുപോലെ തന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ, മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എന്നിവയിലൂടെയാണ് മിലിറ്ററി നേഴ്സിംഗിൻ്റെ 5 കോളേജുകളിലായിട്ട് പ്രവേശനം ലഭിക്കുന്നത്. MNSന് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒരു വർഷമാണ് 2024-25 മിലിറ്ററി നേഴ്സിംഗ്. അപേക്ഷ സമർപ്പിക്കേണ്ടത് ജോയിൻ ഇന്ത്യൻ ആർമി വെബ്സൈറ്റ് വഴി. പരീക്ഷ നീറ്റാണ്. ഇന്ന് നമ്മൾ പറയുന്നത് മറ്റൊരു BSc നേഴ്സിംഗിനെ കുറിച്ചാണ്. ഇന്ത്യയിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ BSc നേഴ്സിംഗ് പഠിക്കാൻ സാധിക്കുന്ന, ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള, ഏറ്റവും ക്രീം സ്റ്റുഡൻസ് തന്നെയുള്ള ഇന്ത്യയിലെ അഭിമാന സ്ഥാപനങ്ങളായ എയിംസ് ഡൽഹി ഉൾപ്പെടെയുള്ള എയിംസിൻ്റെ 16 മെഡിക്കൽ കോളേജുകളിലെ BSc നേഴ്സിംഗ് പ്രവേശനമാണ് ജൂൺ 8 തീയതിയാണ് നടക്കുന്നത്. ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും ചോദ്യങ്ങളാണ് ഉണ്ടാവുക. MCQ ടൈപ്പാണ്. 200 മാർക്കിലായിരിക്കും ചോദ്യങ്ങൾ. ഓൺലൈനായിട്ടാണ് എൻട്രൻസ് എക്സാം നടക്കുന്നത്. എക്സാം ഡേറ്റ് ജൂൺ 8 തീയതിയാണ്. എയിംസ് BSc നേഴ്സിംഗിന് ഏറ്റവും അധികം സാധ്യതകളാണ്. പഠനത്തിൽ ഏറ്റവും ചിലവ് കുറവാണ്. ഏറ്റവും ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു സ്ഥാപനത്തിലാണ് നമ്മൾ പഠിക്കുന്നതെന്നുള്ള ലോകത്തെവിടെയും അംഗീകരിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ, അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ, മലയാളികൾ ഏറ്റവും അധികം പഠിക്കുന്ന കോളേജുകൾ എന്നൊക്കെയുള്ള ധാരാളം സവിശേഷതകളാണ്. പഠന ചെലവ് അതാണ് ഏറ്റവും പ്രത്യേകത. ട്യൂഷൻ ഫീസ് 500 രൂപ മാത്രമേ ഉള്ളൂ. ഹോസ്റ്റൽ ഫീസ് 500 രൂപ മാത്രമേ ഉള്ളൂ. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ ഏറ്റവും പൈനിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തന്നെയാണ് എയിംസ്. എക്സാം ഡേറ്റ് ജൂൺ 8 തീയതിയാണ്. ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും NCERT സിലബസ് അനുസരിച്ച് തന്നെയാണ് പരീക്ഷ വരുന്നത്. ഏതാണ്ട് 200ഓളം മാർക്കുകളാണ് എയിംസ് BSc നേഴ്സിംഗിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്.
ആ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രവേശനം. വേറെ ഇൻ്റർവ്യൂവോ വേറെ ഒന്നും തന്നെ മെഡിക്കൽ ഫിറ്റ്നസ് ഒന്നുമില്ല. എയിംസിൻ BSc നഴ്സിംഗിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നേരിട്ട് 3 റൗണ്ട് ഓൺലൈൻ കൗൺസിലിംഗ് ആണ് എയിംസ് സ്വന്തമായിട്ട് നടത്തുന്നത്. 2 രീതിയിലാണ് ഇതിൻ്റെ പ്രവേശനത്തിന് നമുക്ക് അപേക്ഷിക്കാനായിട്ടുള്ളത്. അതായത് ഒന്ന് ബേസിക് രജിസ്ട്രേഷൻ, നമ്മളുടെ കാൻഡിഡേറ്റിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഫോട്ടോ, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ എന്നിവ സമർപ്പിച്ചുകൊണ്ടുള്ള ബേസിക് രജിസ്ട്രേഷൻ. ഇത് മുൻ വർഷങ്ങളിൽ എപ്പോഴെങ്കിലും ബേസിക് രജിസ്ട്രേഷൻ ചെയ്തവർക്ക് ആ സ്റ്റെപ്പ് ഇനി ചെയ്യാനാവുകയില്ല. അത് ഒരു പ്രാവശ്യം മാത്രമേ എയിംസിൽ ബേസിക് രജിസ്ട്രേഷൻ ചെയ്യാനാവുകയുള്ളൂ. പിന്നീട് ഓരോ കോഴ്സുകൾക്കും നമുക്ക് ഓരോ വർഷവും പുതിയതായി കോഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ പർട്ടിക്കുലർ കോഴ്സിന് അപേക്ഷ സമർപ്പിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ വർഷം ആദ്യമായിട്ടാണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ ബേസിക് രജിസ്ട്രേഷനാണ് ആദ്യം ചെയ്യേണ്ടത്. അത് അപ്രൂവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ വിത്തിൻ 24 hours അത് അപ്രൂവ് ചെയ്ത് വരും. അതിനുശേഷം നമുക്ക് BSc നഴ്സിംഗിൻ്റെ കോഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, കഴിഞ്ഞ വർഷം കോഡ് ക്രിയേറ്റ് ചെയ്തവരാണെങ്കിലും ഈ വർഷം പുതിയതായിട്ട് കോഡ് ക്രിയേറ്റ് ചെയ്യണം. കോഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് അടച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിലും എയിംസ് BSc നഴ്സിംഗിൻ്റെ ഓൺലൈൻ പരീക്ഷയുണ്ട്, അതിൽ പങ്കെടുക്കാം. ഇനി കഴിഞ്ഞ വർഷം ബേസിക് രജിസ്ട്രേഷൻ ചെയ്തവർ ഈ വർഷം കോഡ് ക്രിയേഷനിലൂടെ മാത്രമാണ് പോകേണ്ടത്. കോഡ് ക്രിയേറ്റ് ചെയ്യുന്നു, പേയ്മെൻറ്റ് അടയ്ക്കുന്നു, എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യുന്നു, ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നു. ഇതിനെല്ലാമുള്ള സമയം ഏപ്രിൽ 26 വരെ നീട്ടിയിരിക്കുകയും ചെയ്യുന്നു. 1600ഓളം വരുന്ന BSc നഴ്സിംഗ് സീറ്റുകൾക്കാണ് ഏപ്രിൽ 26 വരെ ബേസിക് രജിസ്ട്രേഷനും അതുപോലെ തന്നെ കോഡ് ക്രിയേഷനും പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള സംവിധാനം വന്നിരിക്കുന്നത്. ബേസിക് രജിസ്ട്രേഷൻ 26 പൂർത്തിയാക്കിയാലും ഏപ്രിൽ 30 വരെ വേണമെങ്കിൽ നമുക്ക് കോഡ് ക്രിയേറ്റ് ചെയ്യാനും പേയ്മെൻറ്റ് അടയ്ക്കാനുമുള്ള സൗകര്യമുണ്ടായിരിക്കും. ഏപ്രിൽ 30 കൊണ്ട് ബേസിക് ആയിട്ടുള്ള രജിസ്ട്രേഷൻ്റെയും കോഡ് ക്രിയേഷൻ്റെയും പേയ്മെൻറ്റിൻ്റെയും എല്ലാ വിൻഡോ ക്ലോസ് ആവുകയും അതിൻ്റെ ഫൈനൽ സ്റ്റാറ്റസ് നമുക്ക് മെയ് 8 അറിയാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഫോട്ടോ, സിഗ്നേച്ചർ, തമ്പിലൊക്കെ കറക്ഷൻ ഉണ്ടെങ്കിൽ മെയ് 13 നമ്മളത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പം എയിംസ് BSc നഴ്സിംഗിന് ഇനിയും അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്ക് 26 വരെ അപേക്ഷിക്കാനുള്ള സമയമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എക്സാം ഡേറ്റ് ജൂൺ 8 എയിംസ് exams.ac.in എന്ന വെബ്സൈറ്റ് വഴി BSc നഴ്സിംഗ് ഓണേഴ്സ് എന്ന സൈറ്റ് വഴിയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതുവരെയും ബേസിക് രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്ക് ആദ്യത്തെ ഈ ലിങ്കിൽ കയറിയിട്ട് നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഫോട്ടോ, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ എന്നിവ അപ്ലോഡ് ചെയ്യാം. ഇത് കഴിഞ്ഞ വർഷം ചെയ്തവർക്ക് ഈ 2ാമത്തെ സ്റ്റെപ്പ് യൂണിക്കോഡ് ക്രിയേഷൻ തൊട്ടാണ് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുന്നവർ ഒരു ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ ഫൈനൽ അപ്രൂവ് വന്നതിന് ശേഷം കോഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ബേസിക് രജിസ്ട്രേഷൻ. ഇത് ഏത് വർഷം വേണമെങ്കിലും ചെയ്യാം, ഒരു പ്രാവശ്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് ഈ വർഷം എല്ലാവരും പുതിയതായിട്ട് ചെയ്യണം, കോഡ് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം ആപ്ലിക്കേഷൻ നമ്പരും കോഡും പാസ്വേഡും ഉപയോഗിച്ച് എൻ്റർ ചെയ്തുകൊണ്ടാണ് പേയ്മെൻറ്റ് അടയ്ക്കുകയും എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യുകയും, കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുണ്ട്, എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യുകയും ചെയ്ത് ഫൈനൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. എയിംസ് സ്ഥാപനങ്ങളിൽ പഠിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മഹാഭാഗ്യമാണ് എല്ലാ അർത്ഥത്തിലും. ഏതൊക്കെ പഠിത്തത്തിൻ്റെ കാര്യമാണെങ്കിലും ഒരു വ്യക്തി ബിൽഡ് ചെയ്യപ്പെടുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൽ നമ്മളുടെ അണ്ടർ ഗ്രാജുവേറ്റ് പഠനം പൂർത്തിയാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത്രയും വലിയൊരു നേട്ടം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കരിയറിൽ തന്നെ അതിനപ്പുറം ഒരു തിളക്കമുണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ശോഭനമായൊരു ഭാവിക്ക് വേണ്ടി എയിംസ് BSc നഴ്സിംഗ് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് 26 വരെ അപേക്ഷിക്കാം. എക്സാം ഡേറ്റ് ജൂൺ 8 വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.